ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഭീകര ക്യാമ്പുകൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂവെന്നും ഉത്തരവാദിത്തപരമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയതെന്നും കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നത് പാകിസ്ഥാൻ, പാക് അധീന ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ തത്സമയം നിരീക്ഷിച്ച് പ്രധാനമന്ത്രി. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ, ലേ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ അടച്ചു. അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. ഭീകരർക്ക് എതിരെ പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് രാജ്യം. സേനയുടെ ശക്തിയിൽ അഭിമാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷവും. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. കേരളത്തിൽ വൈകിട്ട് 4-ന് മോക്ക് ഡ്രിൽ നടത്തും. പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. കശ്മീരിലെയും ഇന്ത്യയിലെയും സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും അതിന് ഉത്തരവാദിത്തപരവും ഉചിതവുമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. Non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across to India. It was deemed essential that the perpetrators and planners of the 22nd April attack be brought to justice. പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പാകിസ്ഥാനും തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമായതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയതായും അവ തടയേണ്ടത് അനിവാര്യമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരാക്രമണത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം തീവ്രവാദികളെ സഹായിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്തതെന്ന് വിക്രം മിശ്രി പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്നും സാധാരണ ജനങ്ങളെ ലക്ഷ്യം വച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി. Of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. This was done with due diligence. പുലർച്ചെ 1:05-നും 1:30-നുമിടയിൽ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള ആക്രമണം. മുസാഫറാബാദിലെ സവായ്നാല, സെയ്ദിന ബിലാൽ, കോട്ലിയിലെ ഗുൽപൂർ, അബ്ബാസ്, ബിംബറിലെ ബർനാല തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സൈനിക ആക്രമണം നടന്നത്. നിയന്ത്രണ രേഖയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ-ഇ-തൊയ്ബയുടെയും 100 കിലോമീറ്റർ അകലെയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ചത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF ലഷ്കറിന്റെ പോഷക സംഘടനയാണ്. പാകിസ്ഥാൻ, പാക് അധീന ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് സൈന്യം വ്യക്തമാക്കി. നീതി നടപ്പാക്കിയതായി ഇന്ത്യൻ കരസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൌരനും ഉൾപ്പെടെ 26 പേരാണ് പെഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തത്സമയം നിരീക്ഷിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത. ശ്രീനഗർ വിമാനത്താവളം അടച്ചതായി വ്യോമസേന അറിയിച്ചു. ശ്രീനഗറിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ബാരാമുള്ള, കുപ്വാര തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന വെടിവയ്പും ഷെല്ലാക്രമണവും നടത്തിയതായും ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയാണ്. അതിർത്തികളിലെ എല്ലാ വ്യോമ പ്രതിരോധ യൂണിറ്റുകളും സജീവമാക്കിയിട്ടുണ്ടെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ശ്രീനഗറിന് പുറമെ ധർമ്മശാല, ലേ, ജമ്മു, അമൃത്സർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചു. ഈ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മാറ്റിവെച്ചതായി എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അറിയിച്ചു. മെയ് 10 വരെയുള്ള ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്,
ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. അമൃത്സറിലേക്കുള്ള 2 അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിടുന്നതായും എയർ ഇന്ത്യ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധർമ്മശാല, ബിക്കാനീർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് ഇൻഡിഗോ എയർലൈൻസ് അറിയിച്ചു. വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്ന് സ്പൈസ് ജെറ്റും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, മൻസുഖ് മാണ്ഡവ്യ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ സമൂഹമാധ്യമങ്ങളിലൂടെ അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത് അഭിമാനമെന്നും ഇത്തരമൊരു തിരിച്ചടി നടത്തിയതിൽ ആശ്വാസമെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി പ്രതികരിച്ചു. ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്ടിംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ, കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ, ഇതൊരു ക്ലോഷർ ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അവർക്കും. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് പ്രതിപക്ഷം. സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ സേനയെ ഓർത്ത് അഭിമാനിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ സേനയുടെ ശക്തിയിൽ അഭിമാനമുണ്ടെന്ന് മുൻ രാജ്യരക്ഷാമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവെ ലോകത്തിന്റെ മനസാക്ഷി രാഷ്ട്രങ്ങൾ മാത്രമല്ല, ലോക ജനത ഭീകരത ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നു. ഭീകരതയ്ക്കെതിരായി കാരണം ഇന്ത്യയിലെ നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ ഭീകരരോട് ലോകത്തിൽ സിമ്പതിയുള്ള ആരും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ ലോക മനസാക്ഷി ഉണ്ടാകും. ഇന്ത്യൻ സൈന്യത്തിലേക്ക് വിശ്വാസമുണ്ട്. ഇന്ത്യൻ സൈന്യം എന്ന് ത്യാഗം സഹിച്ചും അവരെ രാഷ്ട്രം ഏർപ്പെടുത്തുന്ന ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി പോരാടും എനിക്ക് ഉറപ്പുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെ അഭിനന്ദിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് എന്നിവർ ഓപ്പറേഷൻ സിന്ദൂരിന് അഭിവാദ്യം അറിയിച്ചു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, BJD അധ്യക്ഷൻ നവീൻ പട്നായിക് എന്നിവരും ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യൻ സേനയുടെ ധീരതയെ പ്രശംസിച്ചു. JDU ഉൾപ്പെടെ മറ്റ് പാർട്ടി നേതാക്കളും ഇന്ത്യൻ സേനയെക്കുറിച്ച് അഭിമാനിക്കുന്നതായി പ്രതികരിച്ചു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും സാധാരണക്കാരെയും സൈനികരെയും ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും റിട്ടയർഡ് എയർ മാർഷൽ വിപിൻ. തീർച്ചയായും നീതീകരിക്കാവുന്ന പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും ഇന്ത്യ എല്ലായ്പ്പോഴും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യമാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ആയിരുന്നു ഓൾവേസ്. മനുഷ്യരാശിയെ നശിപ്പിക്കണമെന്നോ കൊല്ലണമെന്നോ അവരിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്യണമെന്നോ ആഗ്രഹം ഉള്ള രാജ്യമല്ല ഇന്ത്യ. ഈ ഓപ്പറേഷനിൽ ഇതുവരെ നടന്ന കാര്യങ്ങളിൽ മിലിറ്ററിയോ സിവിലിയനോ അല്ലാത്ത ടാർഗറ്റുകളെ ആണ് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി അതിനെ നശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ എക്കണോമിക് ഇൻസ്റ്റലേഷൻസോ മിലിറ്ററി ഇൻസ്റ്റലേഷൻസോ പോപ്പുലേഷൻ സെന്റേഴ്സോ എക്കണോമിക് സെന്റേഴ്സോ ഒന്നിനെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കാണ്. അത് ആവശ്യമായിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പ്രതികരണം അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് പിന്നാലെ പ്രതികരണവുമായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് അഭിപ്രായപ്പെട്ടു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദേശസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിലകൊള്ളുമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സൈനികർക്ക് നന്ദി അറിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിരപരാധികൾക്ക് നീതി കിട്ടിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശ്രീനഗർ വ്യോമത്താവളം ലക്ഷ്യമിട്ട് പാക് വ്യോമസേന ആക്രമണം നടത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.
2024 പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ നടന്ന സംഘർഷ ദൃശ്യങ്ങളാണ് ശ്രീനഗർ വ്യോമതാവളത്തിലെ ആക്രമണമെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്ന് പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് അതിർത്തി രക്ഷാസേന. ഏത് സാഹചര്യത്തെയും നേരിടാൻ BSF സജ്ജമായിരിക്കുകയാണ്. പാകിസ്ഥാനുമായി പഞ്ചാബ് 553 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം, വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തും. രാജ്യത്തെ വിവിധ ജില്ലകളിൽ ഗ്രാമീണ തലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നൽകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇന്ന് മോക്ക് ഡ്രിൽ നടക്കും. വൈകിട്ട് 4-നാണ് മോക്ക് ഡ്രില്ലുകൾ ആരംഭിക്കുക. വൈകുന്നേരം 4 മണി മുതൽ 30 സെക്കൻഡ് സൈറൺ 3 വട്ടം നീട്ടി ശബ്ദിക്കും. 4:28 മുതൽ സുരക്ഷിതം എന്ന സൈറൺ 30 സെക്കൻഡ് മുഴങ്ങും. ജനങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ലെന്നും തയ്യാറെടുപ്പിനുള്ള ഒരു പരിശീലനമാണ് നടക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡർമാരെ നിയോഗിക്കണം. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം. മോക്ക് ഡ്രിൽ സമയത്ത് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തരമായി വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കരുത്. ദീർഘമായ സൈറൻ മുന്നറിയിപ്പും ചെറിയ സൈറൻ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യണം. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ പ്രത്യേകം ഉറപ്പാക്കേണ്ടതാണ്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലെയും സൈറണുകൾ മാധ്യമങ്ങൾ പ്രാദേശികമായി ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വൈകിട്ട് 4 മണിക്കും 4:30 ഇടയിൽ സ്പെഷ്യൽ ക്ലാസ്, ട്യൂഷൻ സെന്റർ, കായിക വിനോദ ക്ലാസുകൾ എന്നിവയിൽ പഠിക്കുന്ന കുട്ടികൾ അതാത് സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ തുടരണമെന്ന് KSDMA നിർദ്ദേശം നൽകി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനം. പൂരപ്രേമികളെ നെറുകയിലെത്തിച്ച് തൃശൂർ പൂരത്തിന്റെ താളമേള വർണ്ണവിസ്മയങ്ങൾക്ക് തിരശ്ശീല വീഴുകയായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പൂരദിവസത്തിൽ നടന്ന പ്രധാന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങളാണ് തൃശ്ശിവപേരൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. മാനത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചു വിരിഞ്ഞതുപോലെയുള്ള പുലർച്ചെ പ്രധാന വെടിക്കെട്ട് ആസ്വാദകർക്ക് വിരുന്നൊരുക്കി. ശബ്ദവർണ്ണ വിസ്മയം തീർത്ത വിവിധ രൂപത്തിലും നിറങ്ങളിലുമായി പൂക്കുടകൾ വിരിയിച്ച് പരസ്പരം സൗഹൃദ മത്സരമാണ് ഇരു വിഭാഗങ്ങളും കാഴ്ചവെച്ചത്. പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറയിച്ച വെടിക്കെട്ട് തൃശൂർ നഗരത്തിന്റെ പ്രഭാതത്തെ പ്രകമ്പനം കൊള്ളിച്ചു. രാവിലെ 9 മണി മുതൽ വടക്കുംനാഥ സന്നിധിയിൽ ഇപ്പോൾ പകൽപൂരം തുടരുകയാണ്. പകൽപൂരത്തിനു ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥനെ വണങ്ങി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ പൂരത്തിന് പരിസമാപ്തിയാവുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഡാമുകളിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. മലമ്പുഴ, വാളയാർ, കാഞ്ഞിരപ്പുഴ ഉൾപ്പെടെയുള്ള ഡാമുകളിലാണ് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഭീകര ക്യാമ്പുകളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂവെന്നും ഉത്തരവാദിത്തപരമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയതെന്നും കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നത് പാകിസ്ഥാൻ, പാക് അധീന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ തത്സമയം നിരീക്ഷിച്ച് പ്രധാനമന്ത്രി. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ, ലേ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ അടച്ചു. അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. ഭീകരർക്ക് എതിരെ പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് രാജ്യം. സേനയുടെ ശക്തിയിൽ അഭിമാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷവും.
സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. കേരളത്തിൽ വൈകിട്ട് 4-ന് മോക്ക് ഡ്രിൽ നടത്തും. പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.